അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറിക്കിട്ടുവാനുള്ള ഒരു മാർഗമാണ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് എനിക്ക് അതിനുള്ള പ്രതിഫലം, ഞാൻ എന്ത് ആഗ്രഹമാണോ ഉദ്ദേശിച്ചത് ആ ആഗ്രഹം സാധിച്ച് കിട്ടി എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ ഉദ്ദേശം ഹലാലാണോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണോ എങ്കിൽ എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല നിറവേറ്റി നൽകുമാറാകട്ടെ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറ്റി നല്ല റാഹത്തുള്ള, ഇസ്സത്തുള്ള, സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. അത് എന്തെന്ന് വെച്ചാൽ 21 ദിവസം മഗ്‌രിബിന് ശേഷമോ അതല്ലെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിന് ശേഷമോ നമ്മുടെ എല്ലാ ദിക്റുകളും ദുആകളും സ്വലാത്തുകളും എല്ലാ അദ്കാറുകളും കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ഫതഹ് സൂറത്ത് ഓതുക. എന്നിട്ട് 489 തവണ യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലുക. എന്നിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇങ്ങനെ തുടർച്ചയായി 21 തവണ പതിവായി പോരുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹം അത് ഹലാലായ എന്ത് ആഗ്രഹമാണെങ്കിലും, അതുപോലെ ജീവിത വിജയം ലഭിക്കുവാനാണെങ്കിലും, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാനാണെങ്കിലും, ജോലി ലഭിക്കുവാനാണെങ്കിലും, ഉള്ള ജോലിയിൽ പുരോഗതി ഉണ്ടാകുവാൻ, പരീക്ഷയിൽ ജയിക്കുവാൻ, അങ്ങനെ നിരവധി ആഗ്രഹങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും. ഈ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹം ഈ 21 ദിവസം പൂർത്തിയാകുന്നതിനിടയിൽ തന്നെ സാധിക്കുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിത വിജയം കൈവരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിലും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാൻ കിട്ടി മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.